വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരു 9:30 10 ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ റെഡിയായിട്ട് ഇവിടുന്ന് കാക്കനാട് വരെ വണ്ടിക്ക് പോകാൻ ഓർത്തു. അതിനുശേഷം അവിടുന്ന് ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇറങ്ങി. മഴ ചെറുതായിട്ടുണ്ടായിരുന്നു, നല്ലപോലെ മൂടി നിൽക്കുമായിരുന്നു. അങ്ങനെ കാക്കനാട് ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവരെത്തി. പിന്നെ അവരുടെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളിപ്പോൾ തൊടുപുഴയാണ് എൻഗേജ്മെൻറ്റ്. അവളുടെ വീട് തൊടുപുഴയാണ്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം, ഒരാൾ കൂടി വെയിറ്റ് ചെയ്യാണ്. അവൻ്റെ അടുത്ത് 10 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവൻ എത്തിയത് 10:30 ആയപ്പോഴാണ്. പിന്നെ അവൻ വന്ന് പിന്നെ വേഗം പോയി, കാരണം തൊടുപുഴ വരെ എത്തണമല്ലോ. പിന്നെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിന് തലേദിവസം ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഓർത്തു. അന്ന് നല്ല മഴയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് വാങ്ങിക്കാൻ ഓർത്തു. അപ്പോൾ ഒന്നാമത് ലേറ്റായി. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഷോപ്പ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ്. ഇവരെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, ഒരു ഓഫീസിലുള്ളതാണ്. പിന്നെ ഇതിൽ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വിസ്മയ. ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്കിയുള്ളവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ഷോപ്പിൽ കയറി. ഒരു ബുട്ടീക്കായിരുന്നു. അവിടെ കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ ഒന്നും കളക്ഷൻസ് അധികം ഇല്ല. ഇങ്ങനത്തെ കുർത്തീസ്, ഇങ്ങനത്തെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയത് നല്ല പ്രൊഡക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു മെറ്റീരിയലാണ് എടുത്തത്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോകുന്ന അങ്ങോട്ടേക്ക് ബ്ലോക്ക് അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ അത്ര ലേറ്റ് ആയില്ല, ഒരു 12:30 മുന്നേ ആയിട്ടെത്തി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നോക്കി ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ പാക്ക് ചെയ്തു. ഗിഫ്റ്റ് പാക്കിംഗ് ഒന്നും അവിടെ ഇല്ലായിരുന്നു, പിന്നെ നോർമൽ പാക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. തൊടുപുഴ ഒരു ചർച്ചിൽ വെച്ചിട്ടായിരുന്നു അവളുടെ എൻഗേജ്മെൻറ്റ്. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇതിൽ കുറച്ച് പേരും എനിക്ക് തോന്നുന്നത് കൂടെയുള്ള അവൾ വിസ്മയം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ആരും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം അപ്പമാണ് എടുത്തത്, അപ്പം കഴിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് ചോറ്, അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ചോറായിരിക്കും കൂടുതൽ എടുക്കുന്നത്. പിന്നെ ചോറ് കഴിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വേഗം പോകാമെന്ന് തന്നെ ഓർത്തു. പിന്നെ വന്നാൽ പിന്നെ എന്തായാലും പോകുന്ന വഴിക്കാണ് മലങ്കര ഡാം ഉള്ളത്. പിന്നെ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് പോയി. അവിടുന്ന് പിന്നെ വേഗം തന്നെ ഇറങ്ങി. വലിയതായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ ലോങ് വ്യൂ കാണുമ്പോഴത്തേനും ഒരു ഭംഗിയുണ്ട്. പിന്നെ അവിടെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. പിന്നെ ഇങ്ങനെ ഈ ഒരു വ്യൂ നല്ലതായിരുന്നു. പിന്നെ വേറെ ഒത്തിരി കാണാനൊന്നുമില്ല. പിന്നെ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.